അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഒന്ന്, മലപ്പുറം മഞ്ചേരിയിലെ പന്തല്ലൂരിന്ന് ഒരു അലവിക്കുട്ടി എന്ന് പേരുള്ള ഒരാൾ മരണപ്പെട്ടു. 58 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഹംസ ഫൈസി എന്ന് പേരുള്ള ഉസ്താദാണ്. 59 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഈ തൻ്റെ അനിയൻ്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമായിട്ട് നിൽക്കുന്നത്. ആ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹം പൊടുന്നനെ കുഴഞ്ഞു വീണ് അദ്ദേഹവും മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മലക്കുൽ മൗത്ത് നമ്മുടെ അടുത്ത് വരുന്നത്. പടച്ചോനെ, ഈ ഒരു മരണം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകാനുണ്ട്. ആ സ്വന്തം സഹോദരൻ്റെ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു നിമിഷത്തിൽ പോലും ആ ഒരു മനുഷ്യൻ കരുതിയിട്ടുണ്ടാവുക, ഹംസ ഫൈസി ഉസ്താദ് ഈ തൊട്ടടുത്ത നിമിഷം തൻ്റെ സമയം അവസാനിക്കാൻ പോവാൻ, ഞാനും ഈ സഹോദരനോടൊപ്പം മരണപ്പെടാൻ പോവാണെന്നൊരു ചിന്ത പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ സഹോദരൻ്റെ മരണത്തിൽ വല്ലാത്തൊരു വേദന, ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പക്ഷേ മഞ്ചേരി പന്തല്ലൂരിലുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയുമായിരിക്കും. ഇന്നാണ് ഇദ്ദേഹത്തിനെ ഖബറടക്കുന്നത്. അള്ളാഹു ആ രണ്ടു പേർക്കും മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഈ കാര്യം പറയാൻ കാരണം, ഒന്ന്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മറ്റൊന്ന്, നമ്മുടെ ആയുസിൻ്റെ വലുപ്പം എന്നുള്ളത് നമ്മുടെ കയ്യിലേ അല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്നു റബ്ബേ, പക്ഷേ നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരു തൊട്ടടുത്തൊരു നിമിഷം നമ്മുടെ മുൻപിൽ മരണമുണ്ട് എന്നൊരു റിയാലിറ്റി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ. രണ്ടാമത്തെ ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോകൾ കാണാം. ഈ ജിന്ന് മഹ്ദറ, ജിന്ന് ചികിത്സ, ഇങ്ങനെ നിർഭാഗ്യവശാൽ തലപ്പാവ് ധരിച്ച ഉസ്താദുമാരാണ് ഇത്തരം വീഡിയോകളായിട്ട് ഇറങ്ങുന്നത്. ഈ ജിന്ന് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യം കണ്ടിട്ട് അവിടെ നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞു പോയാലും നടക്കും. നമ്മുടെ അസുഖങ്ങൾ മാറാൻ, കാണാതായ സ്വർണം കണ്ടെത്താൻ, കല്യാണക്കാരൻ ശരിയാവാനും ജോലി ശരിയാവാനും, ഇങ്ങനെ നമ്മുടെ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും പടച്ചോനവിടെ ഒഴിവാക്കിയിട്ട് ജിന്നിൻ്റെ അടുത്ത് പോയ കാര്യം നടക്കുന്ന കരുതുന്ന കുറച്ച് വിഡ്ഢികളുണ്ട്. അങ്ങനെ ഒരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ജിന്ന് ചികിത്സക്ക് പോയ ഒരാളെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, എത്ര ഗൾഫിലാണ് ഇവരുടെ ഗൃഹനാഥൻ, എത്ര ജോലി കിട്ടും, ഒരു സമ്പാദ്യം കിട്ടണില്ല. പിന്നെ ആകെ പ്രശ്നങ്ങൾ, എല്ലാവർക്കും അസുഖങ്ങൾ, ഭയങ്കരമായ ബുദ്ധിമുട്ട്, ആരൊക്കെയോ സിഹർ ചെയ്തു എന്നൊക്കെയാണ് ഇവരെ വിശ്വാസം. അങ്ങനെ ഭയങ്കര അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഈ വീഡിയോയിൽ കണ്ട് ജിന്ന് മഹ്ദറയിൽ പോയത്. അവിടെ പോയപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളുടെ വീടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഈ ജിന്നിൻ്റെ ആൾക്കാർ ഉസ്താദുമാരെ കൂടി വീട്ടിൽ വന്നിട്ട് ഇവരിങ്ങനെ ചുറ്റൊക്കെ പരിശോധിച്ചു. ഇതിൻ്റെ കോടിയൊന്നും കെട്ടിയിട്ടില്ല, ഒന്ന് നോക്കട്ടെ, ഇതിൽ പോക്കുവരവുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ കുഴിച്ചെടുത്തിട്ട് 4 തകിടൊക്കെ കിട്ടിയിട്ട് പറഞ്ഞു, ഇവിടെ സൈത്താൻ്റെ സേവയുണ്ട്, അതുകൊണ്ട് ഈ ഭൂമി ഒന്ന് ശുദ്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ ഈ ജിന്ന് എന്നൊക്കെ പറഞ്ഞാൽ സംഗതി ഉള്ളത് തന്നെയാണ്. നല്ല ജിന്നുണ്ട്, ചീത്ത ജിന്നുണ്ട്. ചില ആളുകൾ ജിന്നിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏർവാടിയിൽ പോകുന്നവരുണ്ട്. അങ്ങനെ കുറെ കാലം അവിടെ അങ്ങനെ കഴിഞ്ഞൊരു ജിന്ന് അവിടെ അങ്ങനെ കട വിൽക്കാൻ വെച്ചിരിക്കുക ജിന്ന്. അപ്പോൾ ചില ആളുകളൊരു ധാരണയാണ്, ജിന്നിപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുക ചിന്തിക്കണവരുണ്ട്. ജിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും ക്ലിയർ ആവണം. ആ ജിന്ന് കൊണ്ട് നമ്മൾ ദുനിയാവ് സമ്പാദിക്കൂല എന്ന് ഉറപ്പുണ്ടാവണം. ഓൻ്റെ അടുത്തേക്ക് ആ ജിന്ന് വരിക. അതായത് ചില ജിന്നുള്ള ആൾക്കാർ കാണാം, അവരെ കൊണ്ട് വേറുള്ളവർ സമ്പന്നരാകും, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്, സാമ്പത്തികം പറഞ്ഞിട്ട്, ബിസിനസ് പറഞ്ഞിട്ട്. എന്നാൽ ഈ ജിന്നുള്ള ആളോ, അയാൾക്ക് ദുനിയാവിനോടൊരു ആഗ്രഹം ഉണ്ടാവില്ല. എന്തെങ്കിലും തന്നാൽ തന്നെ അത് വല്ല എത്തിമക്കൾക്ക് കൊടുക്കാനോ മറ്റേ പറയുള്ളൂ. അതാണ് ജിന്ന് പറയിപ്പിക്കുക. അത് നല്ല ജിന്നാണ്. ആ നല്ല ജിന്ന് ഇയാളെ ദുനിയാവിൻ്റെ ആവശ്യങ്ങളല്ല, ആഖിറത്തിൻ്റെ ആവശ്യങ്ങളാണ് പൂർത്തീകരിക്കുക. അപ്പോൾ ഓനക്ക് ആരോടും വിരോധമില്ല, വിദ്വേഷമില്ല, ആഗ്രഹങ്ങളില്ല, അത്യാഗ്രഹങ്ങളില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരാളെ കിട്ടാൻ. ഇത് പിന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഈ ചീത്ത ജിന്ന്, ശൈത്താൻ, പിശാചിനെ, അതന്നെയാണ് ഈ ജിന്ന് എന്ന് പറയണത്. അവനെ സേവിച്ചു കഴിഞ്ഞാൽ ഓൻ കുറേ സഹായിക്കും. അപ്പോൾ ഓൻ്റെ അടിമയായിട്ട് മാറും. ഓൻ പറഞ്ഞതൊക്കെ കേട്ട് അവിടെ നമ്മളെല്ലാ വേണ്ടാധീനങ്ങളും ഉടായ്പകൾക്കൊക്കെ ആര് സഹായിക്കുകയാണ്? ഈ ജിന്നിനെ അടിമാക്കി വെച്ചിക്കാണ്. മറ്റേത് പറഞ്ഞാൽ നല്ല ജിന്നിൻ്റെ കീഴിലാണ് ഇവനുണ്ടാവുക. ഇവിടെ ഇവൻ്റെ കീഴിലാണ് ആരുണ്ടാവുക? ഈ ജിന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പറയും, സ്വർണം പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ജിന്നിനോട് ചോദിക്കും, ജിന്നെ എന്താ അന്വേഷിക്ക്. അങ്ങനെ ജിന്ന് അന്വേഷിക്കും, ഇന്നടുത്ത് കിടക്കാനുണ്ട്, ഇന്നാൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ തെറ്റിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഈ ജിന്ന് ചെയ്യും. ജിന്നുള്ള തന്നെ നമ്മൾ ഖുർആനിൽ പഠിച്ചിട്ടില്ലേ, മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു ജിന്നിനെയും മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് പടച്ചോൻക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണൂല, ഹിന്ദുക്കൾ ഇതിനെ ഗന്ധർവ്വൻ എന്ന് പറയും, നമ്മളിതിന് ജിന്നെന്ന് പറയും. ഇതൊക്കെ ഓരോ മതങ്ങളിലും, എല്ലാ മതങ്ങളിലും ഇതുണ്ട്. അപ്പോൾ ഈ ജിന്നിൻ്റെ പേരിൽ ഈ വീട്ടുകാർ ഇവിടെ വന്ന്
ഇവിടെ കുറേ പോക്കുവരവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട്. പോക്കുവരവൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ആ വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിശ്വാസ്യത പിടിച്ചു പറ്റി. നോക്കുമ്പോൾ ശരി തന്നെ, അവർക്ക് ഇന്നും ദുരിതങ്ങളാണ്. അങ്ങനെ അവർ കുറേ സാധനങ്ങൾ ചെല്ലാൻ കൊടുത്ത് കുറേ ആയത്തിൽ കുറിച്ച് അത് ഇത് കുറേ എന്തൊക്കെ ഒരു കുമ്പളങ്ങൊക്കെ വാങ്ങി അയിമ്പൽ 4 വരക്ക വരച്ച് കോഴിമുട്ടമലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾക്ക് മാറ്റുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ മാറി, ഇവരുടെ അയൽപ്പക്കവുമായിട്ടൊക്കെ റാഹത്തായി, പ്രയാസങ്ങൾ മാറി, ഗൾഫിൽ ജോലി ശരിയായി, ഇപ്പോൾ കറക്റ്റായില്ലേ? അപ്പം ജിന്നുള്ളതല്ലേ? അങ്ങനെ ഇവരുടെ വിശ്വാസങ്ങളൊക്കെ പിടിച്ചു പറ്റിയിട്ട് പറയും, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് അത് മുഴുവനായിട്ട് പോയിട്ടില്ല, നിങ്ങളുടെ വീടിൻ്റെ അടിയിൽ എന്തുണ്ട്, നിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നിധിയുടെ കാര്യം പറഞ്ഞപ്പോൾ കാരണം ഇവർക്കിത് വിശ്വാസമാണ്. ഇവരോടത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിധി എടുക്കണം എന്നുണ്ടെങ്കിൽ സ്വർണം നിങ്ങൾ എന്ത് ചെയ്യണം, കുടുക്കയിലാക്കിയിട്ട് ഭൂമിൻ്റെ അടിയിൽ താഴ്ത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരേക്കിൽ നിന്നും ഇവർ വായ്പ വാങ്ങിയിട്ട് കൊടുക്കണം. ഇത് കിട്ടണ്ടേ, നിധി കിട്ടിക്കഴിഞ്ഞാൽ സംഭവമല്ലേ? അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് സ്വർണ്ണങ്ങളൊക്കെ വാങ്ങി കുടത്തിലാക്കിയിട്ട് ഇവർ ഭൂമിയിൽ കുഴിച്ചിട്ടു. അങ്ങനെ ഇത്ര ദിവസം കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇവർ പൊക്കി നോക്കുമ്പോൾ അതിലെന്തില്ല, സ്വർണ്ണമില്ല. അത് ഇവരിത് എടുത്തുകൊണ്ടേക്കണേ. ഈ ജിന്നിൻ്റെ ആൾക്കാർ ഈ സ്വർണ്ണമൊക്കെ പറ്റിച്ചിട്ട് ഇവർ മുങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞ എവിടെയെങ്കിലും ഒരു ജിന്നിൻ്റെ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ ഈ ചാടി വീഴുന്ന കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് സുന്നി വിഭാഗത്തിലുള്ള ആളുകളാണ് ഈ തട്ടിപ്പ് നടത്തുന്നവരും ഈ തട്ടിപ്പിന് വിധേയരാകുന്നവരും. ഇപ്പം ഞാൻ നാളെ സുന്നികളെ കുറ്റം പറഞ്ഞു, ഇയാളിപ്പോൾ ആരാണ് സുന്നികളെ പറയും, ഈ ആരടാ? ഈ തട്ടിപ്പിൽ വീഴുന്നത് ആരാണ്? പാവങ്ങളായ സുന്നികളാണ്. ഈ ഒരു ജിന്ന് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പരസ്യം ചെയ്ത് പണം പറ്റിക്കുന്ന ആളുകളെ നമ്മൾ വിലയിരുത്താൻ, നമ്മൾ അത്രയും കെണിയിൽ പോയി പെടാതിരിക്കാം. അപ്പം ഞാൻ അത് പറയുമ്പോൾ എന്നെ അങ്ങോട്ട് സുന്നിവിരുദ്ധനാക്കണം നിങ്ങൾ ആക്കിയാലൊക്കെ പ്രശ്നമല്ല. ഇതുപോലത്തെ തട്ടിപ്പുകാരെ ഞാൻ ഇനിയും ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ കർബലയുടെ ചരിത്രം പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് പറയുന്ന ഒരു ഭാഗം, ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കർബലയിലേക്ക് പോകുന്ന സന്ദർഭമാണ്. മക്കയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടുകളിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം ഒരു ഗവർണറാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാട്ടോ. ആ സ്വഹാബിയുടെ ഓർഡർ ഉണ്ടായിരുന്നു, മക്കയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു പിടികൂടണം. പിടികൂടിയിട്ട് നയതന്ത്രപരമായിട്ട് ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അയാളെ പിന്തിരിപ്പിക്കണം. ഇതായിരുന്നു തീരുമാനം. ആ തീരുമാനം കൊടുത്തത് യസീദ് എന്ന ഭരണാധികാരിയാണ്. അങ്ങനെ അംർ ഇബ്നുൽ ആസ് എങ്ങനെയെങ്കിലും ആരെ പിടികൂടാൻ തീരുമാനിച്ചു, ഹുസൈൻ റളിയല്ലാഹു പിടികൂടാൻ തീരുമാനിച്ചു. ഹുസൈൻക്ക് ഇത് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. അന്ന് ഒരു ദുൽഖഅദ് മാസമാണ്, ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിലെ ആളുകൾ ഒരുമിച്ച് കൂടിയ സമയമാണ്. അതിൻ്റെ ഇടയിൽ ചാരന്മാരുണ്ട്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു മനസ്സിലായി, താൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആര് പിടികൂടും? ഈ അംർ ഇബ്നുൽ ആസിൻ്റെ സൈന്യം പിടികൂടും. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് വരാം. ഹബീബായ നബിയുടെ മണ്ണിൽ ഞാൻ കാരണം ഒരു സംഘർഷം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ അപ്പോഴൊക്കെ ഈ കത്തുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ കത്തുകളുടെ മറുപടി മുസ്ലിമിൻ്റെ കത്തും വന്നു, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളൂ. പക്ഷെ മുസ്ലിമിന് പറ്റിയ ദുരന്തങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറയാം, അതൊന്നും മൂപ്പർ അറിഞ്ഞിട്ടില്ല. ഒടുവിൽ തൻ്റെ സഹോദരിയായ സൈനബിനോട് ഹുസൈൻ ചോദിച്ചു, നമ്മൾ എന്താണ് വേണ്ടത്, നമുക്ക് നേരെ കൂഫയിലേക്ക് പോയാലോ എന്ന് പറഞ്ഞു. ശരി, നമുക്ക് കൂഫയിലേക്ക് പോകാം. അങ്ങനെ ആ സംഘം കൂഫയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കൂഫയിലേക്ക് പോകുമ്പോൾ പ്രമുഖ സ്വഹാബികളെല്ലാം നിങ്ങൾ പോകരുത്, കൂഫക്കാർ പറഞ്ഞ വാക്കു പാലിക്കില്ല. അതിൽ ആരൊക്കെ പറഞ്ഞൊരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ തൻ്റെ കുടുംബക്കാരെയും കൂട്ടി പോണ വഴിക്ക് വളരെ വലിയൊരു കവിയെ അദ്ദേഹം കാണുണ്ടായി. ആ കവിയടക്കം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂഫക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളുടെ പിതാവിനെ അടക്കം ചതിച്ചവരാണ്, നിങ്ങളുടെ സഹോദരൻ ഹസനെ വരെ ചതിച്ചവരാണ്, അതുകൊണ്ട് അപ്പോൾ ആ സമയത്തൊന്നും എന്തറിയുന്നില്ല, മുസ്ലിമിന് പറ്റിയ ദുരന്തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം കുടുംബക്കാരെ മുഴുവനും കൂട്ടി അദ്ദേഹത്തിൻ്റെ തീരുമാനം എത്രയേ ഉള്ളൂ, യസീദ് എന്ന പേരുള്ള ഭരണാധികാരിയെ കാണാം, എൻ്റെ കുടുംബത്തിനെയും അലി റളിയല്ലാഹു അൻഹു എന്ന പിതാവിനെയും അധിക്ഷേപിക്കുന്ന, അതായത് പള്ളിയിലൊക്കെ ഖുതുബയിൽ അലി റളിയല്ലാഹു അൻഹു ശപിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഖുതുബൊന്നും അല്ല അന്ന് പള്ളിയിലുള്ളത്. അന്ന് 4 ഖലീഫമാരുടെ പേരിൽ ഇന്ന് തർലിയത്ത് ചെല്ലുമ്പോൾ അന്ന് 4 ഖലീഫമാർ ചെല്ലുന്നത് ഇങ്ങനെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പേരും റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ശപിക്കുമായിരുന്നു ഭരണകൂടത്തിൻ്റെ പള്ളികളിൽ പോലും. ഇതൊക്കെ നിർത്തണ്ടേ, അതുകൊണ്ട് എനിക്ക് യസീദിനെ കാണണം എന്ന് ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞിട്ടാണ് സംഘവുമായിട്ട് പോകുന്നത്. അങ്ങനെ അവർ കൂഫയുടെ സമീപത്ത് എത്തണ നേരത്താണ് അവർ അറിയുന്നത് മുസ്ലിമിനെ പിടികൂടിയിട്ട് മുഴുവൻ അനുയായികളെയും അവർ യസീദിൻ്റെ സൈന്യമായ യസീദിൻ്റെ ഗവർണറായ സിയാദിൻ്റെ സൈന്യം കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്തിരിഞ്ഞ് പോകാനും വയ്യ, മുന്നോട്ട് പോകാനും വയ്യാത്തൊരു സാഹചര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചരിത്രം ബാക്കി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, മുസ്ലിം എന്ന പേരുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പറഞ്ഞയച്ച മുസ്ലിം എന്ന പേരുള്ള ഒരാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ
ആരാണെന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആ ബന്ധുത്വം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആ ബന്ധുത്വം ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുള്ള ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയും. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.